ആ മേഘത്തിന് താഴോട്ട് വരുന്നു. ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ വീട്ടിൽ ചെയ്താൽ കാണാൻ പറ്റുമോ? പലപ്പോഴും പുറത്തോട്ടൊക്കെ പോകണം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി പുതിയ വീഡിയോ അല്ല, നമ്മുടെ പഴയ വീഡിയോൻ്റെ ബാക്കിയാണ്. അപ്പോൾ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡ്രീംസ് മാളിൽ പോയി ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നമുക്ക് പുറത്ത് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇവരൊക്കെ പറയുന്നു ഒന്ന് പുറത്ത് പോകാൻ. അപ്പം ഈ ഞായറാഴ്ച എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ പുറത്ത് പോകാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലൈറ്റ് ഹൗസിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. കാരണം അവിടെ 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് 5 മണി കഴിഞ്ഞിട്ടുണ്ട്, 5:05 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിൽ പോവുക, ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ മറ്റേ ആ ബീ പാർക്കില്ലേ നൈറ്റ് ഇതുള്ള, അവിടെ പോവുക, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. അപ്പോൾ നമുക്ക് എന്തായാലും ലൈറ്റ് ഹൗസിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പോയി നോക്കാം. ഞങ്ങളന്ന് ഇരുന്നുകൊണ്ടേക്ക് അറിയുന്നു. കാരണം ഭയങ്കര അപകടം ഈ പട്ടേ. ഇതിൽ കൈ വിടും. ഇത് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി നൂല് കുരുവും ഇങ്ങനെ നിൽക്കും. ഈ പക്ഷികളൊക്കെ ഉണ്ടല്ലോ വന്ന് അതിനകത്ത് വിടും. പക്ഷെ അതിന് പിന്നെ ഇങ്ങോട്ട് പോകാനും പറ്റാതെ ഇവരുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അത് പുറത്ത് പോകണമെന്ന്. അങ്ങനെ പുറത്തൊന്നും പോകാത്ത ടീംസാണ്. ലൈറ്റ് ഹൗസിൽ പോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ സമയത്ത്. അവിടെ ആണെങ്കിൽ 6 മണി വരെ ഉള്ളൂ. എന്നിട്ട് 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് ഇപ്പോൾ ലൈറ്റ് ഹൗസിന് ഇപ്പം പിന്നെ പോവാം. ഇപ്പോൾ തൽക്കാലം ബീച്ചിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വ്ളോഗാകാനുള്ള ആ മേഘത്തിന് താഴോട്ട് വരുന്നു. ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ വീട്ടിൽ ചെയ്താൽ കാണാൻ പറ്റുമോ? പലപ്പോഴും പുറത്തോട്ടൊക്കെ പോകണം. ഓരോ സ്ഥലങ്ങൾ പോയിട്ട് തീരത്തടിഞ്ഞ തിമിംഗലം. തീരത്തടിഞ്ഞ തിമിംഗലം. അത് പോകാൻ നേരത്ത് ഒന്നുകൂടെ വെള്ളം നനച്ചാൽ മതി. എന്നിട്ട് ഇങ്ങോട്ട് ഇതിലെ കൂടെ അല്ലേ ഔട്ടുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിറച്ചവരെ വന്നൊന്നും ഇപ്പൊ നമ്മളാണ് അതിഥികൾ. ഇവിടുത്തെ അമ്പലപ്പറമ്പ് ഇത് 30 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ടിരുന്നേ. ഇപ്പൊ 2 100 രൂപ. ഇതൊക്കെ കൊള്ളയാണ്, കൊള്ള. അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് തിന്നു തീർക്കുന്നത് നട നിന്നോണ്ടിരിക്കുക. ഞാൻ വീട്ടിൽ കൊണ്ട് പോയിട്ടുണ്ട് സിനിമ കാണായിരുന്നു. സാധനം എന്തുവാടാ എക്സ്റേ എടുപ്പൊക്കെ ഉണ്ടെന്ന്. സൗജന്യ ഹെൽത്ത് ചെക്കപ്പ്. ഇവിടെ പാട്ടാണ്. ഇടിയോളെ നാളെ ഇടിയോളെ ആരടിക്കുക അതെന്താ സാറേ പൊടിയ
അത് വെള്ളത്തിട്ട വലുതുള്ളൂ. ആർക്ക്? ആ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലംകാരുടെ സ്വന്തം മത്സ്യകന്യക, കടലിനെ നോക്കി നേരെ നോക്കിയിരിക്കുന്ന മത്സ്യകന്യക. അപ്പോൾ പിന്നെ രാത്രിയായി, പിന്നെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് വി പാർക്കിലേക്കാണ്. വി പാർക്കിൽ പോയി അവിടെ കുറച്ച് നേരം ഇരിക്കണം. ഇവർ അവിടെ പോയിട്ടില്ല. അപ്പം എല്ലാവർക്കും ഒന്ന് കണ്ട് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഏതെങ്കിലും കടലിൽ കയറി നല്ല രീതിയിലൊന്ന് ഫുഡും കഴിച്ച് വീട്ടിൽ പോകണം. ഇവർക്ക് മസാല ദോശ കഴിക്കണമെന്നാണ് പറഞ്ഞത്. വെജ് ഹോട്ടൽ എവിടെയും തപ്പണം, നോക്കാം. അപ്പോൾ നമുക്ക് വി പാർക്കിലേക്ക് പോവാം. ബാ. നാളുകൊണ്ട് ഇവിടെ മൊത്തത്തിലങ്ങ് മാറിപ്പോയി. ഒരുപാട് കടകൾ വന്നു, ഒരുപാട് മറ്റേ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളായാലും ആക്ടിവിറ്റീസൊക്കെ കൂടി. വണ്ടി ലോക്ക് ചെയ്ത് അന്തസ്സായിട്ട് താക്കോൽ അതിനകത്ത് തന്നെ അടിച്ചിട്ട് പോരുന്നേ ഞങ്ങള്. ഇപ്പൊ തിരിച്ചു പോയി എടുത്തിട്ട് വന്നത്. വീഡിയോ എടുത്തു നമ്മൾ പോയിക്കൊണ്ട് പോകും. ക്യാരംസ് ഒക്കെ വന്നല്ലോ. ക്യാരംസ്, ചെസ്. ഈ ബ്രിഡ്ജിന്റെ താഴെ അടിപൊളിയായി. എന്താ പറയാ, അപ്പുറത്ത് എന്തോ പരിപാടി നടക്കുക. ഇപ്പൊ നടക്കാൻ വയ്യാതായി. ആ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുക. ഇത് ഫുഡും കഴിക്കണം, തിരിച്ച് വീട്ടിൽ പോകണം. ഇതൊക്കെ വരും ഇങ്ങനെ കാണിക്കുന്നതൊക്കെ. ഫുൾ ടൈം പുച്ഛം മാത്രം. അവർക്ക് മസാല ദോശ കഴിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതാണ് കഴിക്കും. അപ്പോൾ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഇനി വീട്ടിൽ പോവാം അല്ലേ അമ്മ? അയ്യോ, ഇന്നത്തെ എടുത്തൊറ്റ വീഡിയോ പോലെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഫേസ് ഞാൻ കാണിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇന്നെല്ലാം നല്ല പ്രഷ്യസ് മൊമെന്റ്സ് ആയിരുന്നു. അപ്പം അത് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ തിരക്കിൽ എന്നെ തന്നെ മറന്നു. ഇന്നത്തെ വ്ളോഗിലപ്പോൾ ഞാനില്ല, ഞാൻ എടുത്ത മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വ്ളോഗിൽ ഇനി വീണ്ടും ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.